ഞാനൊരു സ്പെഷ്യൽ മുട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇത് ഏത്തപ്പഴം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പലതരം മുട്ടയപ്പം ഉണ്ട്. ഞാൻ ഉണ്ടാക്കുന്നത് ഏത്തപ്പഴം ഉപയോഗിച്ചിട്ടുള്ള ഒരു മുട്ടയപ്പമാണ്. അതിനു വേണ്ടിയിട്ട് ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഏത്തപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത ഏത്തപ്പഴം തന്നെയാണ് ഒന്നുകൂടി ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതെടുത്തിട്ടുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. കുറച്ച് ഉണക്കമുന്തിരിയും ഒരു 2-3 കാഷ്യൂസും എടുത്തിട്ടുണ്ട്. ആദ്യം പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ ഏത്തപ്പഴം അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ഇതിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസിൻസും കാഷ്യൂസും ചേർത്ത് കൊടുക്കാം. പഴം വഴന്നു വരുന്ന സമയത്ത് ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കണം. മുട്ടയിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഏലക്ക പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട്. ഏത്തപ്പഴമൊക്കെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിന് ഈ പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. സെയിം പാനിൽ തന്നെ കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇതിന്റെ അടിഭാഗമൊക്കെ കുറച്ചൊന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഴം വഴറ്റി വെച്ചിരിക്കുന്നത് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ മുകളിലെല്ലാം നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഏലക്കാപ്പൊടി ഇതിന്റെ മുകളിലേക്കൊന്ന് വിതറി കൊടുക്കണം. ഇതിനി കുറഞ്ഞ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് കറക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ മുട്ടയപ്പമാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നല്ല മധുരമുള്ള ഒരു മുട്ടയപ്പം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ അറിയിക്കാൻ മറക്കരുത്. അംലൂസ് കിച്ചൺ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. Thank you.